റെസ്റ്റോറന്റിലിരുന്നാ പോരെ? എന്റെ മോളെ, അവിടെ ഇരുന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ പറ്റുമോ? ഇരിക്ക്. ഇരിക്ക്. നന്ദിനി എത്ര സുന്ദരിയാ. ഏയ്, എന്താ ഒന്നും മിണ്ടാത്തെ? വീട്ടുകാരുടെ അനുവാദത്തോടെ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നല്ലേ നമ്മൾ? ഇത് ശരിയല്ല, എനിക്ക് പോണം. ഏയ്, എപ്പോഴായാലും ഒന്നിച്ച് ജീവിക്കേണ്ടവരല്ലേ നമ്മൾ? ഒരു ഡോക്ടർ ഇത്രയും ചീപ്പാവരുത്. ബോംബെയിൽ നിന്ന് വന്ന ആൽബർട്ട് എന്ന ആൾ ഇവിടെ റൂം എടുത്തിട്ടുണ്ടോ? സർ, റൂം നമ്പർ 110. ആള് പുറത്തു പോയിരിക്കുക. എവിടാ പോയത്? അത് ഒന്നും പറഞ്ഞില്ല സർ. എപ്പോഴാ പോയത്? രാവിലെയാണ്. അയാളുടെ റൂം സെർച്ച് ചെയ്യണം. ആ കീങ് എടുക്കണം. എന്താ സർ കാര്യം? ഹീസ് എ നോട്ടോറിയസ് ക്രിമിനൽ. ചെറുപ്പം മുതലേ ഉള്ള എന്റെ ശീലമാ എന്ത് വാങ്ങുന്നതിന് മുമ്പും അതിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, 50 പൈസ കൊടുത്തൊരു റീഫില്ലർ വാങ്ങിയാൽ പോലും ഞാനത് പല പ്രാവശ്യം വരച്ചു നോക്കും, അത് തെളിയുന്നുണ്ടോന്ന്. നിങ്ങൾ ഇത്രയും സംസ്കാരം ഇല്ലാത്തവനാണെന്ന് ഞാൻ കരുതിയില്ല. ഇനി എന്റെ ഈ ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നീ ഈ കല്യാണത്തിന് ഒരിക്കലും സമ്മതിക്കില്ല, അതെനിക്കറിയാം. മരിക്കേണ്ടി വന്നാ പോലും ഇനി ഈ വിവാഹം നടക്കില്ല. നടക്കണം. നന്ദിനി, നന്ദിനി, ഞാൻ പറയുന്നത് കേൾക്ക്. നന്ദിനി 110. അവിടെ സാർ, ഗോൾഡൻ ചാൻസ്. നമ്മളെ പോലീസ് സ്റ്റേഷൻ ഒടിപ്പിക്കാൻ നടക്കണ ആ പെണ്ണും നമ്മളോട് ഉടക്കിയ ഡോക്ടറില്ലേ, രണ്ടുപേരും ഒരു മുറിയില്. അഡ്ജസ്റ്റ്മെന്റ്. എന്നാൽ രണ്ടാളെ നമുക്ക് ഒരുമിച്ച് കൊടുക്കാം. ഏയ്, അതവരൊന്നും ആയിരിക്കില്ല. ഞാൻ എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാ, സത്യ. എങ്കിൽ രണ്ടിന്റെയും കൈ ചേർത്ത് വിലങ്ങ് വെച്ച് തെരുവിൽ കൂടെ നടത്താം. പോലീസുകാരാരാണെന്ന് അവരറിയട്ടെ. ഏയ്, അവൾ അത്രക്കാരിയാവാൻ വഴിയില്ല. എടുത്തേട്ടക്കാരിയും തന്റെ ഇടയൊക്കെ ആണെങ്കിലും അവള് കുടുംബത്തിൽ പറഞ്ഞ പെണ്ണ. എന്റെ അയ്യപ്പ, അവള് തന്നെയാണെങ്കിൽ സാർ അറസ്റ്റ് ചെയ്യോ? അവള് തന്നെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യും. വന്നേ, ഇപ്പൊ ബോധ്യായില്ലേ മറ്റേ കേസാണെന്ന്? ഇനി അറസ്റ്റ് ചെയ്തൂടെ? അതൊക്കെ ഒരു പെണ്ണിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയല്ലേ? അതുമല്ല, അവരുടെ കല്യാണം ഉറപ്പിച്ചിട്ടുള്ളതാണെന്ന് നമുക്കറിയാവുന്നതാണല്ലോ. കല്യാണം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, കഴിഞ്ഞിട്ടില്ലല്ലോ. ആ കല്യാണം നീണ്ടുപോകാൻ കാരണം നമ്മളല്ലേ? എവിടെ കഥാനായകൻ? ഒന്നിങ്ങി ഇറങ്ങി വരണം. നന്നായിട്ടുണ്ട്. നിങ്ങളെയും എനിക്കിപ്പോ വേണമെങ്കിൽ വ്യഭിചാര കുറ്റം ചുമത്തി കസ്റ്റഡിയിലെടുക്കാം. പക്ഷെ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. നിങ്ങളോടുള്ള സിമ്പതി കൊണ്ടല്ല, ഈ പെൺകുട്ടിയുടെ ജീവിതം ഓർത്തിട്ടാ. രണ്ടുപേരുടെയും കല്യാണം ഉറപ്പിച്ചു എന്നുള്ളതൊക്കെ ശരിയാ. പക്ഷെ അതൊരു ലൈസൻസായി കണക്കാക്കി ഹോട്ടൽ മുറിയിലേക്ക് നീളുന്ന സൗഹൃദം അത്ര നല്ല സംസ്കാരമല്ല. പൊയ്ക്കോ. ഹലോ, കെട്ടുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ കൊണ്ടുവന്ന് ശൃംഗരിക്കുന്നതും ചതിയിൽപ്പെടുത്തുന്നതും വലിയ ആണത്തൊന്നുമല്ല. മറ്റുള്ളവരുടെ രോഗങ്ങൾക്ക് ചികിത്സ നിശ്ചയിക്കുന്ന ഡോക്ടറുടെ ഈ ശരീരത്തിന് പോലീസിന്റെ ഒരു ചെറിയ ഇടി പോലും താങ്ങാൻ പറ്റുന്നവരില്ല. എത്ര ചികിത്സിച്ചാലും അത് ഭേദമായി എന്നും വരില്ല.